മലപ്പുറത്ത് വുഷു മത്സരത്തിനിടെ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. തിരൂർ ഉപജില്ലാ സ്കൂൾ വുഷു ജൂഡോ മത്സരങ്ങൾക്കിടെയാണ് ഈ സംഭവം. കുട്ടിക്ക് കാര്യമായ പരിക്കേറ്റിരിക്കുകയാണ്. കുട്ടിയുടെ ഒരു കൈയിന് 2 പൊട്ടലുകളുണ്ട്. അടിയന്തരമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണമെന്നുള്ളതാണ് ഈ ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഡോക്ടേഴ്സ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. തിരൂർ സ്കൂൾ ഉപജില്ലാ വുഷു ജൂഡോ മത്സരങ്ങളാണ് ഇപ്പോൾ ഈ തലക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നത്. ആ മത്സരത്തിനിടയിലാണ് ഈ ചെറിയപറമ്പൂർ ഇക്ര ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ആദിലിനെ പരിക്കേറ്റിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി മത്സരത്തിനിടെ മറ്റൊരു വിദ്യാർത്ഥിയിൽ നിന്നുമേറ്റ മത്സരത്തിനിടയിൽ താഴെ വീണ് പരിക്കേൽക്കുകയായിരുന്നു. കൈക്കൊക്കെ തന്നെ പരിക്കേൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടും ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ വ്യക്തമാക്കുന്നത് കാര്യമായ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പരിക്കേൽക്കുന്ന സമയത്ത് ഇവിടെ മെഡിക്കൽ സംഘം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച. കാരണം ആ സമയത്ത് പരിക്കേൽക്കുന്ന സമയത്ത് തന്നെ ആ മത്സരം നിയന്ത്രിക്കുന്നയാൾ ഡോക്ടറെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർ അവിടെ വരാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കുട്ടിക്ക് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ഗുരുതര വീഴ്ചയായി ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല അവിടെ വിരിച്ചിരിക്കുന്ന മാറ്റ് എന്നുള്ളത് വുഷു മത്സരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മാറ്റല്ല, മറിച്ച് അത് മറ്റു തൈക്കോണ്ടോ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാറ്റാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ടുള്ള ഒരു വീഴ്ച അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ടാണ് ഇത്തരം ഒരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടും ആദ്യഘട്ടത്തിൽ ചികിത്സ നൽകാൻ കഴിയാതിരുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്നത്. കുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അധികൃതർ പറയുന്നത് മെഡിക്കൽ സംഘത്തെ ഈ പരിപാടി നടക്കുന്ന ഭാഗത്തേക്ക് ഒരു നിമിഷം ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതിലേക്ക് പോയതിനു ശേഷം എത്താം പ്രതികരണത്തിലേക്ക്. ഒരു ഗെയിം കഴിഞ്ഞു, രണ്ടാമത്തെ ഗെയിമിലാണ് ഈ കുട്ടിക്ക് ഇഞ്ചുറി ആയത്. ആ കുട്ടി വീണ് കൈ അപ്പം തന്നെ മുറിഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഒരു മെഡിക്കൽ സപ്പോർട്ടുകൾ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുട്ടിയുമായിട്ട് നീലി ഹോസ്പിറ്റലിലേക്ക് പോയി. ഇപ്പോൾ നീലി ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെ ഇമ്പിച്ചിബാവ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. കുട്ടിയുടെ പരിക്ക് 2 എല്ലും പൊട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞത്.